കറാമത്ത് മുഴുവൻ അങ്ങനെ കൊടുത്ത കഴിവല്ല, യഥേഷ്ടം ഉപയോഗിക്കാനുള്ള കഴിവായി കൊടുത്തതല്ല. അത്തരം കഴിവുകൾ അല്ലാഹു തആലക്ക് മാത്രമുള്ള കഴിവാണ്. അള്ളാഹ്ക്കുള്ള കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ സിഫത്തിൽ അള്ളാഹു പങ്കുകാരനെ സ്വയം സ്വീകരിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങളിലൂടെ പിൽക്കാലത്തും ഏത് കാലഘട്ടങ്ങളിലും യോദ്ധാക്കൾക്ക് ഉപകരിക്കുമാറ്, അതുപോലെ തന്നെ ഒരു പ്രയാസവുമില്ലാതെ ധരിക്കുമാറ് അത് നിർമ്മിക്കുവാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് അല്ലാഹു അദ്ദേഹത്തിന്റെ കരത്തിലൂടെ അത് ഏറ്റവും കൂടുതൽ പ്രകടമാക്കുകയാണ് ഉണ്ടായത്. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്. അള്ളൊരു പങ്കുകാരനെ സ്വീകരിക്കാം. ഇതിന് പഠിച്ചോ നമ്മോട് പറയാ അള്ളാഹ്ക്ക് പങ്കുകാരില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്താൽ ഞാൻ പൊറുക്കൂല, സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്, ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്, അള്ളാഹുവിന് പങ്കു ചേർക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാഹ് പറയാം. അത് പഠിപ്പിക്കാൻ നബിയെ പറഞ്ഞേക്കാം. അതേ പഠിച്ചാൽ അപ്പുറത്ത് സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിക്കുകയും ചെയ്യുക, അതുണ്ടാവും. സൂറത്ത് സബയിലെ 10-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അള്ളാഹു പറയാണ് നാം അദ്ദേഹത്തിന് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു എന്നാണ്. അലാന, അദ്ദേഹത്തിന് ഇരുമ്പിനെ നാം മയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു, അനിഅമൽ സാബിഗാത്ത്, വിശാലമായ വലിയ പടയങ്കികൾ നീ നിർമ്മിച്ചോ, വലിയ പടത്തൊപ്പികൾ, പടച്ചട്ടകൾ നീ നിർമ്മിച്ചോളൂ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വഖദ്ദിർ ഫിസ് സർദി, കണ്ണികളൊക്കെ മെടഞ്ഞുണ്ടാക്കുമ്പോ അതിന്റെ തോത് നീ കണക്കാക്കണം. സാധാരണ മുമ്പ് ഒന്നാകരുത് ധരിക്കലായിരുന്നു, ഇനി അത് പോരാ. വളരെ വൃത്തിയിലും ഭംഗിയിലും ഭാരക്കുറവോടുകൂടി യോദ്ധാക്കൾക്ക് ഉപയോഗിക്കാവുന്ന നിലക്ക്, ഏറ്റവും നൂതനമായ നിലക്ക് അത് കണ്ണികൾ ഇഴചേർക്കുമ്പോ, അത് മെടഞ്ഞുണ്ടാക്കുമ്പോ അതൊക്കെ വളരെ ഭംഗിയായി നീ നിർവഹിക്കുകയും ചെയ്തേക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു മുഅ്ജിസത്തായിരുന്നു എന്നത്. കറാമത്ത് മുഴുവൻ അങ്ങനെ കൊടുത്ത കഴിവല്ല, യഥേഷ്ടം ഉപയോഗിക്കാനുള്ള കഴിവായി കൊടുത്തതല്ല. അത്തരം കഴിവുകൾ അല്ലാഹു തആലക്ക് മാത്രമുള്ള കഴിവാണ്. കാരണം സാധാരണഗതിയിൽ ഒരാൾ ഇരുമ്പ് കൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കുന്നത്, ഏറ്റവും കാഠിന്യമുള്ള ഏത് ഇരുമ്പാണെങ്കിലും ശക്തമായ തീയിൽ വെച്ച് അത് പഴുപ്പിച്ച് അത് പദം വരുത്തി അതൊരു ലായനി രൂപത്തിൽ മൃദുവാക്കി തീർത്ത് പിന്നീട് അതിനെ വീണ്ടും പ്രത്യേകമായ അവസ്ഥയിലേക്ക് മാറ്റിയിട്ടൊക്കെയാണ് ആയുധങ്ങളും സാമഗ്രികളും ഒക്കെ ഉണ്ടാക്കാറ് പതിവ്. ഇവിടെ അതൊന്നുമില്ലാതെ, അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മൾ മാവ് വഴക്കുന്നില്ലേ, മെഴുക് ഉപയോഗപ്പെടുത്തുന്നില്ലേ, ആ രീതിയിൽ തന്റെ കൈകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന നിലക്ക് താൻ ഉദ്ദേശിക്കുന്നത് ഇരുമ്പിൽ നിന്ന് നിർമ്മിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്.